السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യരായ SKSCR-ലെ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, റേഡിയോ വഴിയും മറ്റും ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവർക്കൊക്കെയും അല്ലാഹു അവർക്കും നമുക്കും ഇരുവീട്ടിലും വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ അവന്റെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമ്മെയും അവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖ്ഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും ഇന്നലത്തെ ആ ഭാഗം നോക്കിയിരുന്നോ? അബ്ദുള്ള 970 ദുൽദുലി അതുപോലെ മറ്റു സുഹൃത്തുക്കളോടാണ് ചോദ്യം. ഇന്നലെ നോക്കാൻ പറഞ്ഞ ആ ഭാഗം നോക്കിയിട്ടുണ്ടോ? ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇന്നലെ പറഞ്ഞ ഭാഗം ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഉത്തരം കിട്ടിയില്ല എന്നായിരിക്കും അല്ലെ? നോക്കിയിട്ടുണ്ട്, ഉത്തരം കിട്ടിയില്ല എന്നാണോ? അല്ല, നോക്കാൻ സമയം കിട്ടിയില്ല എന്നാണോ? അത് മുഖം കഴുകുന്നിടത്തുണ്ടാകുക. മുഖം കഴുകുന്ന ഭാഗത്തുണ്ടാകും മാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. വാജിബ് പൂർത്തിയാവാൻ ഏതു വേണമോ അതും വാജിബാണ്. മാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. വാജിബ് പൂർത്തിയാവാൻ ഏതൊക്കെ വേണമോ അതും വാജിബാണെന്ന് പറയുന്ന ഒരു ഉസൂലാണ്. മാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. അതാണ് ആ ഒരു ഭാഗം കാണും. മുഖം കഴുകുന്ന ഭാഗത്തായിരിക്കും. മുഖത്തിന്റെ പരിധിയിൽ പെടാത്തതും അല്പം കഴുകണം. കാരണം മുഖം മുഴുവൻ കഴുകിയെന്ന് ഉറപ്പു വരണമെങ്കിൽ മുഖമല്ലാത്ത ഭാഗം കൂടി കഴുകണം. എന്നതുപോലെ തന്നെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം മറച്ചു എന്ന് ഉറപ്പു വേണമെങ്കിൽ മുട്ടുപൊക്കിളിൽ നിന്നും അല്പം മറക്കണം. മാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ എന്ന പൊതു നിയമത്തിന്റെ പരിധിയിലാണ് ഇത് പെടുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുൽദുൽ ക്ലാസ്സിൽ ഇല്ല എന്നാണ് തോന്നുന്നത് അല്ലെ? ദുൽദുൽ ക്ലാസ് റൂമിൽ ഉണ്ടോ? സ്ഥലത്തില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കിന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഫർഉൻ. ഇത് ഫർഉൻ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞുണ്ടാകുന്നതിനാണ് പറയാ. ശാഖ എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഇത്ര നേരവും പറഞ്ഞപ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ പറഞ്ഞതിൽ നിന്നും മനസ്സിലാവേണ്ട ചില കാര്യങ്ങളൊന്ന് പറയാം. യജിബു ഹാദ സത്റു. ഈ മറക്കൽ നിർബന്ധമാണ്. നിസ്കാരത്തിലെ ഔറത്താണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. എന്നാൽ യജിബു ഹാദ സത്റു, ഈ മറക്കൽ നിർബന്ധമാണ്. ഖാരിജ സ്വലാത്തി ഐവൻ, നമസ്കാരത്തിന്റെ പുറത്തും. എന്ന് പറഞ്ഞാൽ നമസ്കരിപ്പിൽ മാത്രമല്ല നേരത്തെ പറഞ്ഞ ഔറത്ത് മറക്കേണ്ടത്, നമസ്കരിക്കാതിരിക്കുമ്പോഴും ഈ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. യജിബു ഹാദ സത്റു, ഈ മറക്കൽ നിർബന്ധമാണ്. ഖാരിജ സ്വലാത്തി, നമസ്കാരത്തിന്റെ പുറത്തും. ഐവൻ എന്ന് പറഞ്ഞ നിസ്കാരത്തിലും നമസ്കാരത്തിന്റെ പുറത്തും. നമസ്കാരത്തിന്റെ പുറത്ത് വലൗബി സൗബിൻ നജിസിൻ, നജസായ വസ്ത്രം കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല. നിസ്കാരമല്ലാത്തിടത്ത് നജസായ വസ്ത്രം കൊണ്ടാണെങ്കിലും മറച്ചാൽ മതി. വലൗബി സൗബിൻ നജിസിൻ, നജസായ വസ്ത്രം കൊണ്ടാണെങ്കിലും നമസ്കാരത്തിന്റെ പുറത്തും ഈ മറക്കൽ നിർബന്ധമാണ്. ഔ ഹരീരിൻ, അല്ലെങ്കിൽ പട്ടുകൊണ്ടാണെങ്കിലും ലം യജിദ് ഗൈറഹു, അതല്ലാത്തത് കിട്ടിയില്ല, പട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ പട്ടുകൊണ്ടാണെങ്കിലും മറക്കൽ നിർബന്ധമാണ്. ഹത്താ ഫിൽ ഖൽവത്തി, ഒറ്റപ്പെട്ട സന്ദർഭത്തിലാണെങ്കിൽ പോലും, ആരുമില്ലാത്ത ഒരു റൂമിൽ അടച്ചിട്ട് താമസിക്കുമ്പോൾ പോലും ഈ പറഞ്ഞ ഔറത്തു മറക്കൽ നിർബന്ധമാണ്. ഹത്താ ഫിൽ ഖൽവത്തി, ഖൽവത്തിൽ പോലും മറക്കൽ നിർബന്ധമാണ്. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും ഔറത്തു മറക്കൽ നിർബന്ധമാണ്. ലാക്കിൻ, എങ്കിലും ഇതിന് വിശദീകരണം പറയുന്നുണ്ട്. അൽ വാജിബു ഫീഹ, ഈ ആരുമില്ലാത്ത ഇടത്ത് നിർബന്ധമായത് സത്റു സൗഅത്തൈർ റജുലി, പുരുഷൻ അവന്റെ രണ്ട് മുൻദ്വാരവും പിൻദ്വാരവും മറച്ചാൽ മതി.
ആരുമില്ലാത്ത സ്ഥലമാണെങ്കിൽ പുരുഷന് വേണമെങ്കിൽ മുൻദ്വാരവും പിൻദ്വാരവും മറക്കലാണ് നിർബന്ധമുള്ളൂ. മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള എല്ലാ ഭാഗവും മറക്കൽ നിർബന്ധമില്ല. ഒറ്റപ്പെട്ട സ്ഥലത്താണെങ്കിൽ ആരുമില്ലാത്ത ഒരു റൂമിൽ അടച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ വേണമെങ്കിൽ ആണിന് തന്റെ മുൻദ്വാരവും പിൻദ്വാരവും മാത്രം മറക്കലേ നിർബന്ധമുള്ളൂ. വമാബൈന സുറത്തി വ റുക്ബത്തി വൈരി, പുരുഷനല്ലാത്തവരാണെങ്കിൽ ആരുമില്ലെങ്കിൽ പോലും മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം മറച്ചിരിക്കണം. മനസ്സിലായി കാണും. അപ്പോ ആരുമില്ലാത്ത ഇടമാണെങ്കിലും നമസ്കാരത്തിന്റെ പുറത്ത് ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. എന്നാൽ ആരുമില്ലാത്ത ഇടമാണെങ്കിൽ, ഒറ്റപ്പെട്ട സ്ഥലമാണെങ്കിൽ, അവിടെ പുരുഷനാണെങ്കിൽ അവന്റെ മുൻദ്വാരവും പിൻദ്വാരവും മറക്കലേ നിർബന്ധമുള്ളൂ. അതേപ്രകാരം പുരുഷനല്ലാത്ത ആ അടിമ സ്ത്രീയോ പെണ്ണോ ആണെങ്കിൽ അവരുടെ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ഭാഗവും മറക്കൽ നിർബന്ധമാണ്. കുളിക്കുന്നിടത്ത് ഔറത്ത് വെളിപ്പെടുത്താം എന്ന ഒരു ചർച്ച മുൻ കിതാബിൽ വന്നിരുന്നു. കുളിക്കുന്നിടത്ത് ഔറത്ത് വെളിപ്പെടുത്തൽ ഖൽവത്തിൽ ജായിസാണെന്ന് ഒരു ഭാഗത്ത് ഫതഹുൽ മൊയ്നിന്റെ കുളിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആ ഭാഗം ശ്രദ്ധയിലുണ്ടാവട്ടെ എന്ന് സാന്ദർഭികമായി പറയണം. വജാസ തകശുഫുൻ ലഹു, കുളിക്ക് വേണ്ടി വെളിപ്പെടുത്തൽ, ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ് ഫീ ഖൽവത്തിൻ, ഒറ്റപ്പെട്ട ഇടത്ത് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തന്നെ ഫതഹുൽ മൊയ്നിൽ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ആവശ്യാനുസരണം നോക്കാവുന്നതാണ്. ഏതായാലും വയജൂസു കശ്ഫുഹാ ഫിൽ ഖൽവത്തി, എന്നാൽ വയജൂസു കശ്ഫുഹ, ഈ ഔറത്ത് മറക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. എന്നാൽ ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ് ഫിൽ ഖൽവത്തി, ആരുമില്ലാത്ത സ്ഥലത്ത് തന്നെ. മനസ്സിലാക്കണേ, ഔറത്ത് മറക്കൽ ഖൽവത്തിലും നിർബന്ധമാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഭാഗം കൂടി ശ്രദ്ധിക്കണം. വയജൂസു കശ്ഫുഹാ ഫിൽ ഖൽവത്തി, ആരുമില്ലാത്തിടത്ത് ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ്. വലൗമിനൽ മസ്ജിദി, അത് പള്ളിയിലാണെങ്കിലും ശരി. ലി അദ്നാ ഗറദിൻ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിന് വേണ്ടി ഖൽവത്തിൽ വേണമെങ്കിൽ കശ്ഫ് ചെയ്യുന്നതിന്, ഔറത്ത് വെളിപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല. ഏതുപോലെ കത്തബിരിയും തണുപ്പിക്കാൻ വേണ്ടി വല്ലാതെ ചൂടാണ്, ഡ്രസ്സെല്ലാം ഇട്ട് വല്ലാതെ ചൂടായിട്ടുണ്ട്, ആരുമില്ലാത്ത സ്ഥലമാണ്, തണുപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഔറത്ത് വെളിപ്പെടുത്താം. അതുപോലെ വസിയാനത്തി സൗബിൻ മിനദ്ദനസി, വസ്ത്രം സൂക്ഷിക്കാൻ വേണ്ടി മിനദ്ദനസി, ചേറിൽ നിന്ന് വസ്ത്രം ഇട്ട് നടന്നാൽ, വസ്ത്രം ഉള്ള ഡ്രസ്സ് ആകെ തുണിയാണ്, ആ തുണിയിട്ട് തന്നെ കടന്നാൽ തുണി മോശമാകും. ആ രൂപത്തിൽ ചേറിൽ നിന്നും മറ്റുമൊക്കെ വസ്ത്രത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. അതുപോലെ വൽ ഗുബാരി, പൊടിയെ തൊട്ട് രക്ഷപ്പെടുത്തുന്നത് പോലെ ഇന്ന കനസിൽ ബൈത്തി, വീട് അടിച്ചു വാരുന്ന സമയത്ത്, വീട് അടിച്ചു വാരുമ്പോൾ വസ്ത്രം ഇട്ട് ആരുമില്ല, അപ്പൊ ഒറ്റക്ക് വീട് അടിച്ചു വാരുമ്പോൾ വസ്ത്രം ധരിച്ചിട്ടാണ് ഇതാകുന്നെങ്കിൽ വസ്ത്രത്തിലൊക്കെ പൊടിയാകും. ഈ ആവശ്യാർത്ഥവും എന്തു ചെയ്യാം, ഔറത്ത് വെളിപ്പെടുത്താം. ഈ പറയപ്പെട്ട ഔറത്ത് തന്നെ വെളിപ്പെടുത്താം. വക ഹുസ്ലിൻ, അടുത്ത ഭാഗം ഒന്ന് പേര് ടെക്സ്റ്റ് ചെയ്. വക ഹുസ്ലിൻ, അതെ കുളി പോലെ, നേരത്തെ പറഞ്ഞ ഭാഗം. വക ഹുസ്ലിൻ, കുളി പോലെ. ടെക്സ്റ്റ് ചെയ്ത ഭാഗം മാറി എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം അത്തരം ഒറ്റപ്പെട്ട സ്ഥലത്ത് ഔറത്ത് മറക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞതിന് തന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്തെങ്കിലും ചെറിയ ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യാർത്ഥം ഔറത്ത് വെളിപ്പെടുത്താം. അപ്പം ഡ്രസ്സ് മണ്ണാകുക, അല്ലെങ്കിൽ നല്ല ചൂടൊക്കെ ഇല്ല, നല്ല രൂപത്തിൽ കാറ്റുമില്ല, ഈ തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഇടത്ത് വേണമെങ്കിൽ ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ്. ഒരു ആവശ്യവുമില്ലാതെ ഔറത്ത് വെളിപ്പെടുത്തരുത്. ആണും വെളിപ്പെടുത്തരുത്, പെണ്ണും വെളിപ്പെടുത്തരുത്. എന്നാൽ ആണിന് മുൻദ്വാരവും പിൻദ്വാരവും മറച്ചാൽ മതി, പെണ്ണിന് മുട്ടുപൊക്കിലിന്റെ ഇടയിലുള്ള ഭാഗം തന്നെ മറക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം തന്നെയാണ് കുളി ഒരാവശ്യമാണ്. ആരുമില്ലാത്ത ഒറ്റക്ക് ബാത്റൂം എന്ന് കുളിക്കാണ്, ഔറത്ത് വെളിപ്പെടുത്താം, ജായിസാണ് എന്ന് കരുതി ചെയ്യണമെന്നല്ല, ചെയ്യാതിരിക്കലാണ് നല്ലത്. കഴിവതും ഔറത്ത് വെളിപ്പെടുത്താതിരിക്കലാണ് നല്ലത് എന്നുകൂടി മനസ്സിലാക്കുക. വറാബിഉഹ, എന്താണ് നാലാമത്തേത്, ഏതിന്റെ എന്ന് സുഹൃത്തുക്കൾ എഴുതിക്കോളൂ. വറാബിഉഹ, അതിന്റെ നാലാമത്തേത്. ഏതിന്റെ? ഏതോ ഒരു വിഷയം തുടങ്ങി ഇപ്പോഴും തീർന്നിട്ടില്ല. ആദ്യ പേജിൽ വെച്ച് തുടങ്ങിയതാണ്, അതിന്റെ പൂർണ്ണം ഇപ്പോഴും തീർന്നിട്ടില്ല. ഫതഹുൽ മൊയ്ൻ എന്ന കിതാബിന്റെ ആദ്യ പേജാണ്. ആദ്യ പേജല്ല, ഫതഹുൽ കിതാബിന്റെ തുടക്കമാണ്. ഏതോ നിന്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയതാണ്.
അതെ, അബ്ദുള്ള തുന്നൂർ പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ ഷർത്ത് 5 5 ഷർത്ത് പറഞ്ഞു. 5 ഷർത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല, 3 ഷർത്ത് പറഞ്ഞു കഴിഞ്ഞു. 4ാമത്തെ ഷർത്താണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വറാബി ഉഹ, അതിനിടയിൽ ഏകദേശം ഒരു 10 പേജോളം കഴിഞ്ഞു. 10 പേജ് വരും. അതിനിടയിൽ ഓരോ ഷർത്തിന്റെയും വിശദീകരണം. അതിന്റെ ഷർത്തുകളിൽ 4ാമത്തെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് ക്ലാസ് റൂം. എപ്പോഴും എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ എപ്പോഴും ക്ലാസ് റൂമിൽ സാന്നിധ്യമായിരിക്കും, പക്ഷെ ഫത്തുൽമീന്റെ ക്ലാസ്സിൽ ഞാൻ കണ്ടില്ലാത്ത ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരോടാണ് ചോദിക്കുന്നത്, അബ്ദുള്ള തുന്നൂർ റൈവദിനോടൊന്നുമല്ല. ഒന്ന് നിസ്കാരത്തിന്റെ ഓരോ ഷർത്തും ഒന്ന് പെട്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്താൽ 1, 2, 3. അവരോഹണക്രമം എഴുതുന്നില്ലേ? ഡോക്ടർ അസാഫ് അബൂക്കർ അവരോഹണക്രമത്തിലാന്ന് തോന്നുന്നു. ഔറത്ത് മറക്കുക, ഒന്ന് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. അതെ, ഒന്നെന്നെയാണ് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. രണ്ട്, അതെ, 2 നജസിൽ നിന്ന് ശുദ്ധിയാവുക. 3 ഔറത്ത് മറക്കുക. 4 അതെ, മുനീർ പരാളിയാടൻ എന്ന സുഹൃത്തിനെ നേരിട്ട് കണ്ടിരുന്നു അല്ലെ? സുഹൃത്തിനെ നന്ദി ദാറുസ്സലാമിൽ വെച്ച് ഒരിക്കൽ നേരിട്ട് കണ്ടിരുന്നു. ഓക്കെ. വറാബിഉഹ, നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ നിന്ന് 4ാമത്തേതാകുന്നത് മഅരിഫത്തു ദുഖൂലി വഖ്തിൻ, സമയം പ്രവേശിച്ചുവെന്ന് അറിയലാണ്. സമയം പ്രവേശിച്ചാൽ പോരാ, സമയം പ്രവേശിച്ചു എന്ന് അറിയണം. മനസ്സിലായില്ലേ? സമയം പ്രവേശിച്ചാൽ പോരാ, സമയം പ്രവേശിച്ചത് അറിയണം. യഖീനൻ ഔ ദന്നൻ, ഒന്നുകിൽ 100% ഉറപ്പ് വേണം. ഔ ദന്നൻ, അല്ലെങ്കിൽ ഏകദേശം 80%-ഓളം മതി. കാരണം ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോ ലന്നോ യഖീനോ, ഏതായാലും രണ്ടാലൊന്ന് വേണം. സമയം പ്രവേശിച്ചുവെന്ന ഉറപ്പോ അല്ലെങ്കിൽ ഏകദേശ ഉറപ്പോ, ഇത് രണ്ടാലൊന്നും ഉണ്ടാവണം. അല്ലാതെ സമയമായോ ഇല്ലേ എന്ന സംശയം മാത്രം വെച്ച് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരം സ്വഹീഹാകൂല. ഒരാൾക്ക് സംശയം, രാത്രി എഴുന്നേറ്റു നോക്കുമ്പോൾ കറണ്ടൊന്നുമില്ല, അയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്, ഇപ്പൊ കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്നും വാച്ചൊന്നുമില്ല, ക്ലോക്കും ഇല്ല, ഒറ്റപ്പെട്ട സ്ഥലത്തുള്ളത്, ഒരു മാർഗവും. ഏകദേശം സമയമായിട്ടുണ്ട്, സുബീന്നും കരുതിയോ നിസ്കരിക്കാൻ, അത് പറ്റൂല. ആയോ ഇല്ല എന്നുള്ള സംശയത്തിൽ നിസ്കരിക്കാൻ പറ്റില്ല. മറിച്ച് ഒന്നുകിൽ യഖീനൻ ഉറപ്പ് സംശയം കിട്ടണം, അല്ലെങ്കിൽ ലന്നൻ ഉറപ്പ് കിട്ടണം. ലന്നൻ എന്ന് പറഞ്ഞാൽ ഏകദേശം. ലന്നും ഷക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഷക്ക് എന്ന് പറഞ്ഞാൽ 2 ഭാഗവും ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഇന്ന് ഫതുഹുൽ മുഈൻ ക്ലാസ് ഉണ്ടാകുമോ ഇല്ലേ എന്ന് സംശയിച്ചു. ഉണ്ട് എന്ന ധാരണ, ഉണ്ടാകും എന്ന അഭിപ്രായവും 50%, ഉണ്ടാകൂല എന്ന അഭിപ്രായവും 50%. അതിനാണ് ഷക്ക് എന്ന് പറയാം. അതേസമയത്ത് ലന്ന് എന്ന് പറയുന്നത് ഏകദേശം 80% ഉണ്ടാകും, ഒരു 20% ഉണ്ടാവാതിരിക്കാനും വകുപ്പുണ്ട്. ഈ നിലക്കുണ്ടാകുമാണ് ലന്ന് എന്ന് പറയാം. അതുകൊണ്ടാണ് ഏകദേശ ഉറപ്പ് എന്ന് മലയാളത്തിൽ വെച്ചത്. ധാരണ, ഭാവന എന്നൊക്കെ ഉസ്താദുമാർ മലയാളത്തിൽ വെക്കും. ആ മലയാളം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും തിരിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത്.
100% സമയം പ്രവേശിച്ചു എന്നറിയണം. അല്ലെങ്കിൽ വന്നു മതി എന്ന് പറഞ്ഞ് ഏകദേശം 80% അല്ലെങ്കിൽ 75% സമയമായിട്ടുണ്ടെന്ന അറിവ് ഉണ്ടാവണം. അപ്പോൾ ഫമൻ സല്ലാബി ദൂനിഹ, സമയമായെന്നറിയാതെ ഒരാൾ നമസ്കരിച്ചു. ഇപ്പോൾ ഒന്നും അയാൾ ചിന്തിച്ചിട്ടൊന്നുമില്ല, അയാൾ ഏതായാലും ദൂരെ നിസ്കരിക്കാം എന്ന് കരുതി നിസ്കരിച്ചു. ഫമൻ സല്ലാബി ദൂനിഹ, സമയമായെന്നറിയാതെ ഒരാൾ നമസ്കരിച്ചു. എന്നാൽ ലം തസിഹ സ്വലാത്തുഹു, അവന്റെ നിസ്കാരം സ്വഹീഹല്ല. വഇൻ വഖഅത് ഫിൽ വഖ്തി, അത് സമയത്തിൽ ആണെങ്കിലും ശരി. ഉദാഹരണത്തിന് ഒരാൾ ഉച്ചക്ക് 1 മണിക്കാണ് ളുഹർ നമസ്കരിച്ചത്. പക്ഷെ ളുഹർ നമസ്കരിക്കുമ്പോൾ അവന്റെ ദൃഷ്ടിയിൽ സമയമായി എന്ന യാതൊരു ബോധവുമില്ല. രണ്ടും കൽപ്പിച്ച് അങ്ങ് ളുഹർ നിസ്കരിച്ചതാണ്. പിന്നെ നോക്കുമ്പോൾ ളുഹർ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ബാങ്ക് 12:15 കൊടുത്തിട്ടുണ്ട്. ബാങ്ക് 12:15 കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും നിസ്കാരം സഹീഹാവുന്നതല്ല. പക്ഷെ അറിയാതെ കണ്ടാണ് നിസ്കരിച്ചത്, അതാണ് കുഴപ്പം. ഫമൻ സല്ലാബി ദൂനിഹ, അവൻ സമയമായെന്നറിയാതെ കണ്ട് നമസ്കരിച്ചാൽ, മോനെ ആ ഫേനുമാണ് കിട്ടും. ഫമൻ സല്ലാബി ദൂനിഹ, സമയമായെന്നറിയാതെ അവൻ നിസ്കരിച്ചാൽ, ലം തസിഹ, വേണം കിട്ടും കണക്കല്ല. ഫമൻ സല്ലാബി ദൂനിഹ, സമയമായെന്ന് അറിയാതെ നമസ്കരിച്ചാൽ, ലം തസിഹ സ്വലാത്തുഹു, അവന്റെ നിസ്കാരം സ്വഹീഹല്ല. വഇൻ വഖഅത്, ആ നമസ്കാരം സംഭവിച്ചാൽ പോലും ഫിൽ വഖ്തി, സമയത്തിൽ തന്നെ. 1 മണിക്കാണ് നമസ്കരിച്ചത്, പക്ഷേ നമസ്കരിക്കുമ്പോൾ 1 മണിയായെന്നോ ളുഹറിന്റെ സമയമായെന്നോ അവന്റെ ധാരണയിലില്ല. അവൻ രണ്ടും കൽപ്പിച്ചു ളുഹർ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു നേരത്തെ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അവന്റെ നിസ്കാരം സ്വഹീഹാവുന്നതല്ല. കാരണം ഇതും കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു പൊതു നിയമമാണ്. ലിഅന്നൽ ഇഅ്തിബാറ ഫിൽ ഇബാദാത്തി ബിമാ ഫീ ലന്നിൽ മുകല്ലഫി, ഇബാദത്തുകളിലുള്ള പരിഗണന, ഇബാദത്തുകൾ സ്വീകാര്യമാവണമെങ്കിലുള്ള പരിഗണന ബിമാ ഫീ ലന്നിൽ മുകല്ലഫി, മുകല്ലഫിന്റെ ഭാവനയിലുള്ള ഒന്നുകൊണ്ടാണ്. അപ്പോൾ നിസ്കരിക്കുന്ന ബാലികവും ആക്കലുമായി മനുഷ്യന്റെ ധാരണയിൽ എന്തില്ല? സമയമായെന്ന ധാരണ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സമയമായെന്ന ധാരണ കൂടി ആരുടെ മനസ്സിൽ വേണം? ഈ നിസ്കരിക്കുന്നവന്റെ മനസ്സിൽ വേണം. മാത്രം പോരാ, ബിമാഫി നഫ്സിൽ അംറ്, യഥാർത്ഥത്തിലുള്ള ഒന്നുകൊണ്ടും. രണ്ടും ഒക്കണം, യാഥാർത്ഥ്യവും ഒക്കണം, ഇവന്റെ ധാരണയും ഒക്കണം. രണ്ടും ഒത്താൽ മാത്രമേ ഇബാദത്തുകൾ സ്വഹീഹാവുകയുള്ളൂ. ളുഹറിന്റെ സമയമായതുകൊണ്ട് മാത്രം നിസ്കാരം സ്വീകാര്യമാവില്ല. മറിച്ച് ളുഹറിന്റെ സമയമാവുകയും സമയമായെന്ന് ഇവൻ അറിയുകയും ചെയ്യണം. രണ്ടും ഒക്കുമ്പോൾ മാത്രമേ ഇബാദത്തുകൾ സ്വീകാര്യമാവുകയുള്ളൂ. ലിഅന്നൽ ഇഅ്തിബാറ ഫിൽ ഇബാദാത്തി, ഇബാദത്തുകളിലുള്ള പരിഗണന ബിമാ ഫീ ലന്നിൽ മുകല്ലഫി, മുകല്ലഫിന്റെ ധാരണയിലുള്ള ഒന്നുകൊണ്ടാണ്. വബിമാ ഫീ നഫ്സിൽ അംരി, യാഥാർത്ഥ്യത്തിലുള്ള ഒന്നുകൊണ്ടുമാണ്. കാര്യത്തിന്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് മലയാളത്തിൽ യാഥാർത്ഥ്യം എന്ന് വെക്കാം. അപ്പൊ യാഥാർത്ഥ്യത്തിലും മുകല്ലഫിന്റെ ധാരണയിലുമുള്ള ഒന്നുകൊണ്ടാണ് ഇബാദത്തുകളിൽ പരിഗണന. അതേസമയം വഫീ ഉഖൂദി, ഇടപാടുകളിലുള്ള പരിഗണന ബിമാ ഫീ നഫ്സിൽ അംരി ഫഖത്ത്, യാഥാർത്ഥ്യത്തിലുള്ള ഒന്നുകൊണ്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളുടെ മൊബൈൽ മോഷ്ടിച്ചു, ഒരാളുടെ മൊബൈൽ ഞാൻ മോഷ്ടിച്ചു. ആ മൊബൈൽ ഞാൻ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തി. ഔദ്യോഗിക നിയമപ്രകാരം എന്റെ വിൽപ്പന സ്വഹീഹല്ല. കാരണം എനിക്ക് ഉടമസ്ഥതയില്ലാത്ത ഒരു വസ്തുവാണ് ഞാൻ വിൽപ്പന നടത്തിയിരിക്കുന്നത്. അതേസമയം അങ്ങനെ വിൽപ്പന നടത്തിയതിനു ശേഷം എനിക്കറിയാൻ കഴിഞ്ഞു ആ മൊബൈൽ അയാൾ എനിക്ക് തരാൻ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തയച്ചതായിരുന്നു. ആ മൊബൈലാണ് ഞാൻ കട്ടെടുത്തത് എന്നെനിക്ക് മനസ്സിലായി. എന്നാൽ എന്റെ വിൽപ്പന സ്വഹീഹാകും. കാരണം കൊടുക്കുന്ന സമയത്ത് എന്റെ ദൃഷ്ടിയിൽ എന്റെ മൊബൈലാണെന്ന് ധാരണയില്ല. ശരി തന്നെ. പക്ഷേ ഇടപാടുകളിൽ ഇത്രയേ വേണ്ടതുള്ളൂ, ഇത് എന്റെ വസ്തുവായാൽ മതി. കാരണം എന്റെ കയ്യിൽ തരാൻ മറ്റൊരാൾ കൊടുത്തയച്ച മൊബൈലാണ് ഞാൻ മോഷ്ടിച്ചത്. അപ്പോൾ അത് എന്റെ മൊബൈൽ തന്നെയാണ്. പക്ഷെ എന്റെ ധാരണയനുസരിച്ച് എന്റേതല്ല. ഞാൻ വിറ്റത് തൽക്കാലം കട്ട സാധനം വിറ്റതാണ്. പക്ഷെ എന്നാലും യാഥാർത്ഥ്യം അതെന്റേതായതുകൊണ്ട് ഇടപാടുകളിൽ അത് പരിഗണിക്കപ്പെടും. എന്നാൽ ഇബാദത്തുകളിൽ അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ മാത്രം ഒത്താൽ പോരാ, മുകല്ലഫിന്റെ ധാരണയും ഒക്കണം. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ടൈം ആയതുകൊണ്ട് മാത്രമായില്ല, കൂടി ഉണ്ടാവണം. കോതി ഇടപാടുകളിൽ ബിമാഫി നഫ്സിൽ അംരി ഫഖത്ത്, യാഥാർത്ഥ്യത്തിലുള്ള ഒന്നുകൊണ്ട് ഒക്കണം, ഒത്താൽ മതി. എന്തോ ആവശ്യമില്ല. മുകല്ലഫിന്റെ ധാരണ പ്രശ്നമല്ല. മറ്റൊരാളുടെ മൊബൈൽ ഞാൻ മോഷ്ടിച്ചു, ആ മൊബൈൽ എന്നിട്ട് ഞാൻ ഒരാൾക്ക് വിറ്റാൽ നിയമപ്രകാരം വിൽപ്പന സ്വഹീഹല്ല. വിൽപ്പന സ്വഹീഹല്ല. കാരണം എന്റെ ഉടമസ്ഥതയിലില്ലാത്ത ഒന്നാണ് ഞാൻ വിറ്റിരിക്കുന്നത്.
അതേസമയം പിന്നീട് അറിയാൻ കഴിഞ്ഞു അത് എനിക്ക് തരാൻ വേണ്ടി അയാളുടെ കയ്യിൽ മറ്റൊരാൾ കൊടുത്തയച്ച മൊബൈലാണ് എങ്കിൽ അത് എന്റെ മൊബൈലാണ്. അപ്പോൾ ഞാൻ വിറ്റത് വിൽപ്പന സ്വഹീഹായി. എന്റെ ദൃഷ്ടിയിൽ അത് എന്റേതല്ലെങ്കിലും യഥാർത്ഥത്തിൽ എന്റേതാണ് എന്നതാണ് പരിഗണന. അതാണ് പറഞ്ഞത്, ഇടപാടുകളിൽ യാഥാർത്ഥ്യമൊത്താൽ മതി. അതേസമയം ഇബാദത്തുകളിൽ യാഥാർത്ഥ്യം മാത്രമൊത്താൽ പോരാ, മുക്കല്ലഫിന്റെ ധാരണയും ശരിയാവണം, യാഥാർത്ഥ്യവും ഒക്കണം. അപ്പോഴേ സ്വഹീഹാവുകയുള്ളൂ. കൃത്യമായി മനസ്സിലാക്കണം. ചിലപ്പോഴൊക്കെ ആവശ്യം വരുന്നൊരു ഭാഗമാണ് അൽ-ഇഅ്തിബാറു ഫിൽ ഇബാദാത്തി, ഇബാദത്തുകളിലുള്ള പരിഗണന ബിമാഫി വന്നിൽ മുക്കല്ലഫി വബിമാഫി നഫ്സിൽ അംരി, മുക്കല്ലഫിന്റെ ധാരണയിലും അതുപോലെ നഫ്സുൽ അംറിലുമുള്ള ഒന്നുകൊണ്ടാണ്. വഫിൽ ഉഖൂദി, ഇടപാടുകളിൽ ബിമാഫി നഫ്സിൽ അംരി ഫഖത്ത്, യാഥാർത്ഥ്യത്തിലുള്ള ഒന്നുകൊണ്ട് മാത്രമാണ്. മനസ്സിലാക്കുക. ഇനി ഓരോന്നിന്റെയും നമസ്കാരത്തിലേക്ക് നമസ്കാര ടൈം അറിയണം. ഏതാണ് നമസ്കാരത്തിന്റെ ടൈം എന്ന് പറയുകയാണ്. ഇപ്പൊ വഖത്തു ളുഹ്രി, നമുക്കിന്ന് നമസ്കാര ടൈമിനൊന്നും പ്രയാസമില്ല. കാരണം ഏതൊക്കെയോ പണ്ഡിതന്മാരും അതുപോലെ മറ്റു ഉസ്താദുമാരൊക്കെ അല്ലെങ്കിൽ ആധുനിക മറ്റു വിദഗ്ധന്മാരൊക്കെ നമസ്കാര ടൈമുകളൊക്കെ കൃത്യമായി നമുക്ക് ഇന്ന് ഇത്ര ടൈമിലാണ് നിസ്കാരം എന്നൊക്കെ പല ഭാഗത്തും പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ പത്രങ്ങളും സുപ്രഭാതം അതുപോലെ ചന്ദ്രിക ദിനപത്രത്തിലൊക്കെ കാലങ്ങളായി നമസ്കാര ടൈം ബഹുമാനപ്പെട്ട എം ടി ഉസ്താദും അതുപോലെ എം ടി ഉസ്താദിന്റെയൊക്കെ അടുത്ത ശിഷ്യനായ മുസ്തഫ ദാരിമിയൊക്കെ ചെയ്തു വെച്ച ഒരുപാട് മാർഗം കൊണ്ടാണ് പൊതുവെ നമ്മുടെ നാടുകളിലൊക്കെ ബാങ്ക് ഇന്ന് വിളിക്കാറുള്ളത്. കൂടുതൽ ടൈമും നമ്മൾ നോക്കാറില്ല. ആവശ്യാനുസരണം ഏതായാലും ഫത്ഹുൽ മുഈൻ ഓതുന്നതിന്റെ ഭാഗമായി നമ്മൾ ആ ഭാഗം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. കാരണം ഇതാണ് ഇതിന്റെ മാനദണ്ഡം. ഈ സമയമൊക്കെ കണ്ടെത്തിയതിന്റെ മാനദണ്ഡം ഈ പറഞ്ഞതാണ് എന്ന നിലക്ക് മനസ്സിലാക്കാൻ നമുക്ക് ചെയ്യാം. പല കലണ്ടറും വ്യത്യാസമുണ്ട്. അതെ, പല കലണ്ടറും വ്യത്യാസം ഉണ്ടാകും. കാരണം ഓരോരുത്തർ കണക്കൂട്ടിയനുസരിച്ചാണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ നമുക്കൊന്നുകൂടി അനുകരിക്കാൻ പറ്റിയ നമ്മുടെ ഉസ്താദുമാരൊക്കെ ചെയ്യുന്ന ചന്ദ്രികയോ അല്ലെങ്കിൽ സുപ്രഭാതമോ നമ്മൾ തന്നെ അവലംബിക്കുന്നത് കൊണ്ടാണ്. കാരണം ഓരോരുത്തരും കണക്കൂട്ടുമ്പോൾ കണക്കായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. പിന്നെ ഓരോരുത്തരുടെയും സൂക്ഷ്മതയും അസൂക്ഷ്മതയും സ്വാഭാവികമായും ടൈമുകളിൽ നമ്മൾ കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് അല്പം ചില വ്യത്യാസങ്ങളൊക്കെ കടന്നു വരുന്നത്. അപ്പൊ വഖത്തു ളുഹ്രി, അപ്പൊ ളുഹ്റിന്റെ ടൈം, ളുഹ്റിന്റെ സമയം മിൻ സവാലി ശംസി, ആദ്യം തന്നെ ളുഹ്റല്ല സുബ്ഹിയ പറയേണ്ടതല്ലേ? അതെന്താ ആദ്യം തന്നെ ളുഹ്ർ പറഞ്ഞത്? അങ്ങനെ ഒരു ചോദ്യം ഒരു പ്രസക്താണല്ലോ അല്ലെ സുഹൃത്തുക്കളെ? ആദ്യം തന്നെ ളുഹ്റിന്റെ ടൈമാ പറഞ്ഞത്, സുബ്ഹിന്റെതല്ല. അതെന്തായിരിക്കും? എന്തെങ്കിലും മറുപടി നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പൊ വഖ്തു സുബ്ഹി എന്ന് പറഞ്ഞു തുടങ്ങിയതിന്റെ പകരം വഖ്തു ളുഹ്രിൻ എന്നൊരു പ്രയോഗം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ തുടങ്ങിയത്. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു പ്രത്യേകമായ മറുപടി ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു മറുപടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ ചോദിക്കുന്നത്. വഖ്തു ളുഹ്രിൻ, അതെ അതെ അതെ, ഓരോരുത്തരും അവർക്കറിയുന്ന, അതെ ളുഹ്റാണ് ആദ്യം നിസ്കരിച്ച നിസ്കാരം അല്ലെ? അത് ശരിയാണ്. നബി ആദ്യം നിസ്കരിച്ചു. എല്ലാവരും അതിന് ഫസ്റ്റ് വന്നത് ളുഹ്റായതുകൊണ്ട് എല്ലാവരും ആ ഒരു അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പം വഖ്തു ളുഹ്രിൻ, അപ്പൊ ളുഹ്റിന്റെ ടൈം മിൻ സവാലി ശംസി, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ. സൂര്യൻ മധ്യാഹ്നത്തിൽ എന്ന് പറഞ്ഞ് തലയുടെ നേരെ മുകളിലാകുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മളെ ദൃഷ്ടിയിൽ കിഴക്കുന്നു മാറി പടിഞ്ഞാറു ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുക അല്ലെ? സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് നീങ്ങിയത് മുതലാണ്. എത്ര വരെ നിൽക്കും? ഇലാ മസീരി ദില്ലി കുല്ലി ഷൈഇൻ മിസ്ലഹു, ഏതൊരു വസ്തുവിന്റെയും മേൽ അതിനോളമാകുന്നതുവരെ, ഒരു വസ്തുവിന്റെ മേൽ അത്ര തന്നെ ആകുന്ന സമയം വരെ ദുഹറിന്റെ ടൈമുണ്ട്. പക്ഷെ വൈറ് ലില്ലി ഇസ്തിവായി, ഇസ്തിവാഇന്റെ നേലൊഴിച്ച്, ഐ അല്ലിൽ മൗജൂദി ഇൻദഹു, ഇസ്തിവാഇന്റെ സമയത്തുള്ള നേലൊഴിച്ച് ആ വസ്തുവിനോളമാകണം. ഇസ്തിവാഇന്റെ നേരം നേരെ തലയുടെ മുകളിലാകുന്ന സമയത്ത് ചില വസ്തുക്കൾക്ക് ചിലപ്പോഴൊക്കെ അല്പം ചില നേലുണ്ടാവും, അല്പം ചില നേൽ. എങ്കിൽ ആ നേല് കൂട്ടാതെയാണ് ഒരു വസ്തുവിനോളം ആയിത്തീരേണ്ടത്. ഒരു പേനയുടെ നേല് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പേനയ്ക്ക് ഒരു പക്ഷെ ചിലപ്പം ചെറിയ രൂപത്തിലുള്ള നേൽ ആദ്യമേ ആ ഇസ്തിവാഇന്റെ സമയത്ത് ഉണ്ടാവാം. ഉണ്ടെങ്കിൽ അത് കൂടാതെ കണ്ട് ഈ വസ്തുവിനോളം നേലായാലാണ് ളുഹ്റിന്റെ സമയം അസ്തമിക്കുന്നത്. അതിനാണ് വൈരി ദിൽ ഇസ്തിവാഇൻ, ഇസ്തിവാഇന്റെ നേലൊഴിച്ച് എന്ന് പറഞ്ഞാൽ ഐ ദില്ലിൽ മൗജൂദി ഇൻദഹു ഇൻ ഉജിദ, ഇസ്തിവാഇന്റെ സമയത്ത് നേലുണ്ടെങ്കിൽ ആ നേലൊഴിച്ചാണ് ഈ വസ്തുവിനോളം നേലാവേണ്ടത്. അതാണ് ഇൻ ഉജിദ, നേലുണ്ടെങ്കിൽ. മനസ്സിലായല്ലോ? അവ ളുഹ്റിന്റെ ടൈം എന്ന് പറയുന്നത് സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ
ഏതൊരു വസ്തുവിന്റെയും നിയൽ ആ വസ്തുവിനോളമാകുന്നതുവരെ, ആ വസ്തുവിനോളമാകുമ്പോൾ പരിഗണിക്കേണ്ടത് വൈരിദില്ലിൽ ഇസ്തിവാ, ഈ ഇസ്തിവാഇന്റെ നേലൊഴിച്ച് എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ള സമയത്തുള്ള നേല് കൂട്ടണ്ട. ഐ അള്ളിൽ മൗജൂദി ഇന്ദഹു ഇൻ വുജിദ, ആ സമയത്ത് എത്തിക്കപ്പെട്ട ഇൻ വുജിദ നേലുണ്ടെങ്കിൽ, ഇസ്തിവാഇന്റെ സമയത്ത് വല്ല നേലും ഉണ്ടെങ്കിൽ ആ നേല് കൂട്ടാതെ കണ്ട് ഒരു വസ്തുവിനോളം ആകുമ്പോഴാണ് ളുഹറിന്റെ സമയമാകുന്നത്. വസുമ്മിയത്തു ബിദാലിക, ളുഹർ എന്ന് ളുഹറിന് പേര് വെക്കപ്പെട്ടു. ളുഹർ നമസ്കാരത്തിന് ഒരു വസ്തുവിന്റെ ഉച്ചക്കുള്ള നേലൊഴിച്ച് അതിനോട് ഉച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യം ഉച്ച എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാ ടൈമും പറയും, അതുകൊണ്ടാണ് പിന്നെ ഉച്ച എന്നങ്ങ് പറയാത്തത്. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ സൂര്യൻ മധ്യത്തിൽ തന്നെ നിൽക്കുന്ന സമയം, നേരെയാകുന്ന സമയം. ഒരർത്ഥത്തിൽ നട്ടുച്ച എന്നൊക്കെ നമ്മൾ പറയും, ശരിക്കും പറഞ്ഞാൽ ആ പ്രയോഗത്തിനാണ് വരിക. അതെ, നമ്മൾ ഉച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മണിയിലേക്ക് നമുക്ക് ഉച്ചയായിരിക്കും. അതുകൊണ്ട് തന്നെ ഉച്ച എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തിരിയാതെ പോകും. ആ സുമ്മിയത്ത് ളുഹർ നമസ്കാരത്തിന് പേര് വെക്കപ്പെട്ടു ബിദാലിക ളുഹർ എന്ന്. കാരണം അന്നഹ അവ്വലു സ്വലാത്തിൻ ലഹറത്ത്, പ്രകടമായ ആദ്യത്തെ നിസ്കാരം ളുഹറാണ് അല്ലെ. ആദ്യമായി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായി പ്രകടമായ നമസ്കാരം ളുഹറാണ്. അതുകൊണ്ടാണ് ഈ നമസ്കാരത്തിന് ളുഹർ എന്ന് പേര് വന്നത് എന്ന് ഒരു അനുമാനം ബഹുമാനപ്പെട്ട സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹു നിർവഹിക്കുന്നു. ഫവഖത്തു അസ്റിൻ, അപ്പോൾ അസ്റിന്റെ ടൈം മിൻ ആഖിരി വഖ്തി ളുഹരി, ളുഹറിന്റെ സമയത്തിന്റെ അവസാനം മുതൽ, ളുഹർ അവസാനിക്കുന്നിടത്ത് നിന്ന് അസ്ർ തുടങ്ങുന്നു. മിൻ ആഖിരി വഖ്തി ളുഹരി, ളുഹറിന്റെ സമയത്തിന്റെ അവസാനം മുതൽ ഇലാ ഗുറൂബി ജമീഅ ഖുർസി ശംസി, അല്ലെ അങ്ങനെയുള്ളത് അല്ലെ, സൂര്യകിരണങ്ങൾ മുഴുവൻ അസ്തമിക്കുന്നതുവരെ, സൂര്യന്റെ മുഴുവൻ, സൂര്യന്റെ കിരണം അല്ലെങ്കിൽ സൂര്യന്റെ ആ ശരീരം, സൂര്യന്റെ ധാത്ത് എന്നൊക്കെ വെക്കാം. ഇലാ ഗുറൂബി ജമീഅ ഖുർസി ശംസി, സൂര്യന്റെ കിരണം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ അവസാനത്തെ തടിയും അസ്തമിക്കുന്നതുവരെ, അല്പം ഭാഗം ബാക്കിയുണ്ടെങ്കിൽ പോലും അസറിന്റെ ടൈമാണ്. ഇലാ ഗുറൂബി ജമീഅ ഖുർസി ശംസിൻ, സൂര്യൻ ഖുർസ് എന്ന് പറഞ്ഞാൽ ജിർമ, തടി എന്നൊക്കെയാണ് അർത്ഥം വെക്കുക. അപ്പൊ ഒറ്റടിക്കും സൂര്യൻ തന്നെ വെക്കാം. സൂര്യൻ പൂർണ്ണമായും അസ്തമിക്കുന്നതുവരെ, സൂര്യന്റെ തടി പൂർണ്ണമായും അസ്തമിക്കുന്നതാണ്. അല്പഭാഗം പ്രകടമാവുന്ന രൂപത്തിലുണ്ടെങ്കിലും അസറിന്റെ ടൈമാണ്. അത് പൂർണ്ണമായും അസ്തമിക്കുന്നത് വരെയാണ് അസ്റിന്റെ ടൈം. അപ്പൊ വഖ്തു മഗ്രിബിൻ, മഗ്രിബിന്റെ സമയം മിനൽ ഗുറൂബി, അസ്തമിച്ചതു മുതൽ ഇലാ മഗീബി ശഫഖിൽ അഹ്മരി, കടുംചുവപ്പ് മായുന്നതുവരെ, കടുംചുവപ്പ് മായുന്നതുവരെയാണ് ഗുറൂബ് കടുംചുവപ്പ് മായുന്നതുവരെയാണ് മഗ്രിബിന്റെ സമയം. അത് നമ്മൾ മനസ്സിലാക്കണം. കടുംചുവപ്പ് മായുക എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രബലമായ അഭിപ്രായം. മറ്റു ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, ഒരുപക്ഷെ ചിലപ്പോൾ ഫത്തുൽ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ വിഷയം മനസ്സിലാക്കുക. വഖ്തു ഇശാഇ, ഇശാഇന്റെ ടൈം മിൻ മഗീബി ശഫഖി, കടുംചുവപ്പ് മാഞ്ഞതു മുതലാണ്. എന്ന് പറഞ്ഞാൽ കടുംചുവപ്പ് മായുന്നതുവരെ മഗ്രിബും, മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്താകുന്നു, ഇശാ ആയിത്തീരുന്നു. അതാണ് അതിന്റെ വകുപ്പ്. മഗ്രിബിന്റെ ടൈം ഇശാ വരെ നീളുന്നു. മഗ്രിബിന്റെ ടൈം കഴിയലോടുകൂടി ഇശാഇന്റെ ടൈമായി. അതാണ് വഖ്തു ഇശാഇ മിൻ മഗീബി ശഫഖി, കടുംചുവപ്പ് മാഞ്ഞതു മുതലാണ് ഇശാഇന്റെ ടൈം. എന്നാൽ കാല ഷെയ്ഖുന പറഞ്ഞു, ഷെയ്ഖുനാൻ അറിയാലോ അല്ലെ, മറന്നു കാണില്ല. ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ ആരാ? ഷെയ്ഖുന നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു. ആരാണ് ഈ ഗുരുനാഥൻ? എല്ലാവർക്കും അറിയുന്നതാണ്, ടെക്സ്റ്റ് ചെയ്തോളൂ. ഞാൻ അതെ, ഹൈത്തമി. ഹൈത്തമി എന്ന് പറഞ്ഞാൽ നാടാണ് ശരിക്ക്. ഏതായാലും ഇബ്നു ഹജർ റഹിമഹുല്ലാ, ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ, അതെ, ഇബ്നു ഹജറുൽ ഹൈത്തമി. ഓക്കെ. ഇനി എന്നാൽ കാല ശൈഖുന പറഞ്ഞു വയംബഗി നദ്ബു തഅഖീരിഹ, എന്നാൽ ഇശാ പിന്തിക്കൽ സുന്നത്താണെന്നത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ മുപ്പര് സുന്നത്താണ് തീർത്തു പറയുന്നില്ല, സുന്നത്താവേണ്ടതാണ്, പിന്തിക്കേണ്ടതാണ് എന്നർത്ഥം. വയംബഗി നദ്ബു തഅഖീരിഹ, ഇശാ നമസ്കാരം പിന്തിക്കൽ എന്നത് സുന്നത്താവൽ അത്യാവശ്യമാണ്. ലിസവാലിൽ അസ്ഫരി വൽ അബ്യദി, മഞ്ഞയും വെളുപ്പും നീങ്ങുന്നതുവരെ എന്ന് പറഞ്ഞാൽ കടുംചുവപ്പ് മാഞ്ഞാൽ മാത്രം എന്ത് ചെയ്യണ്ട, നിസ്കാരം ഉടനെ നടത്തണ്ട. ഒന്ന് അല്പഭാഗത്തുള്ള മഞ്ഞയും പിന്നെ വെളുപ്പും ഒക്കെ നീങ്ങി ശരിക്കും ഇരുട്ടായിക്കോട്ടെ, എന്നിട്ട് നിസ്കരിച്ചാൽ മതി എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാടുകളിലേക്ക് നിസ്കരിക്കുന്ന ടൈം ഏകദേശം അത്ര തന്നെയാണ്. നിസ്കാര ടൈം ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്ക് അത് പെട്ടെന്ന് നീങ്ങും.
അപ്പൊ കാല ശേഖുന പറഞ്ഞു വയംബഗി അത്യാവശ്യമാണ് നദുബു തഖീരിഹ ആ ഇശാ നമസ്കാരം പിന്തിക്കൽ സുന്നത്താവുക എന്നത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ സുന്നത്ത് എന്ന് പറയേണ്ടതാണ് ലി സവാലിൽ അസ്ഫരി വൽ അബിയദി മഞ്ഞയും വെളുപ്പും നീങ്ങുന്നതുവരെ. എന്തിനാണ് അങ്ങനെ സുന്നത്താവാൻ പറയാൻ കാരണം? ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബ ദാലിക അത് നിർബന്ധമാക്കിയവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞ ചില മദ്ഹബിലൊക്കെ മറ്റു മദ്ഹബുകളൊക്കെ ഇശാ ആവണമെങ്കിൽ പൂർണ്ണമായും ഇരുളു പരക്കണം, അസ്ഫറും അബിയതൊക്കെ നീങ്ങണം എന്നതാണ്. അപ്പൊ അതിനെയും കൂടി പരിഗണിച്ച് ഇശാ അല്പം പിന്തിക്കണം, ഈ അർത്ഥത്തിൽ പിന്തിക്കണം. ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബ ദാലിക അതിനെ നിർബന്ധമാക്കിയവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, പുറപ്പെടാൻ വേണ്ടി വെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി. ബാങ്ക് കൊടുത്തു, അദ്ദാദിന്റെ സമയം മതിയോ? ഏകദേശം അതിന്റെ മതിയോ? ഒന്ന് നോക്കിയാൽ മതി, മനസ്സിലാവും. ഒന്ന് നമ്മൾ മേലോട്ട് നോക്കി ഏകദേശം നമുക്ക് തിരിവത് ബാങ്ക് കൊടുത്തു അദ്ദാദിന്റെ സമയം ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അതും കൂടി ക്ലിയർ ആവും. ഒന്ന് നോക്കിയാൽ മതി, വേഗം തീരുമാനമാവും. കാരണം അവല് വക്ത് ഒഴിവാക്കേണ്ടതില്ല. അവല് വക്ത് ഇശായിനും വേണ്ട ഇശാ എന്ന് അടുത്ത ഭാഗത്ത് വരുന്നുണ്ട്. ഇശാ ആണെങ്കിലും അവല് വക്ത് തന്നെ ചെയ്യലാണ് സുന്നത്ത് നോക്കെ. കാരണം മറ്റു ചില ഹദീസുകളൊക്കെ പിടിച്ച് ഇശാ പിന്തിക്കലാണ് സുന്നത്തും ചിലർ പറയാറുണ്ട്. നമ്മളെ ഹദീസ് പിടിച്ച് തെളിവ് പിടിക്കുന്ന ആളുകളല്ല. നമ്മൾ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ, മഹാന്മാരായ ഫുഖഹാ ഹദീസുകളിൽ നിന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയത് എഴുതി തന്ന, അത് പഠിച്ച് അത് അമല് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്കതാണ് മാനദണ്ഡം. ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബ ദാലിക അത് നിർബന്ധമാക്കിയവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ പിന്തിക്കൽ സുന്നത്താണെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത്. വയംതദ്ദു എന്നാൽ ഇശാഇന്റെ സമയം നീളുന്നതാണ് ഇലാ തുലൂഇ ഫജ്റിൻ സാദിഖിൻ ഫജ്ർ സാദിഖ് വെളിവാകുന്നതുവരെ. ഫജ്ർ സാദിഖ് വെളിവാകുന്നതുവരെ അത് നീളും. ഫജ്ർ സാദിഖ് വെളിവാവുക. ഫജ്ർ സാദിഖും ഫജ്ർ കാദിബും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഫജ്ർ സാദിഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രഭാതമായി. കാദിബാകും തൽക്കാലം ഒരു സോപ്പിടുന്ന രൂപത്തിൽ പ്രഭാതമായെന്ന് തോന്നും, പക്ഷെ ഉടനെ തന്നെ വീണ്ടും ഇരുള് പരക്കുകയും ചെയ്യും. അതാണ് ഫജ്റുൽ കാദിബ്. ചിലപ്പോഴൊക്കെ രാത്രി ചില സമയം 4:30, 4:15 തുടങ്ങിയ സമയത്തൊക്കെ എഴുന്നേറ്റ് നോക്കി ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഏകദേശം ബാങ്ക് വിളിക്കുന്നതിന് 3/4 മണിക്കൂർ മുമ്പൊക്കെ എഴുന്നേറ്റ് നോക്കിയാൽ ചിലപ്പോൾ നല്ലൊരു വെളിച്ചം പോലെ തോന്നും. പക്ഷെ ആ വെളിച്ചം ഉടനെ തന്നെ മായുകയും ചെയ്യും. അതാണ് സത്യത്തിൽ ഫജ്റുൽ കാദിബ്. അതല്ല ഫജ്റു സാദിഖാണ്. സത്യം പറയുന്ന ആളെ നമ്മളെ കൂടെ കിട്ടു, അല്ലാതെ കളവ് വരുന്ന നമുക്ക് ആവശ്യമില്ല എന്നായിരിക്കാം ഒരുപക്ഷെ അതിന്റെ മാനദണ്ഡം. വയം തദ്ദു അപ്പോ ആ വഖ്തുൽ ഇശാ നീളുന്നതാണ് ഇലാ തുലൂഇ ഫജ്റിൻ സാദിഖിൻ ഫജ്ർ സാദിഖ് ഉദിക്കുന്നതുവരെ. വഖ്തു സുബ്ഹിൻ എടുക്കാത്ത വഖ്തു സുബ്ഹിൻ. അപ്പൊ സുബ്ഹിന്റെ ടൈം എന്നാ പിന്നെ ആക്കാലേ ടൈമായില്ലേ വഖ്തു എന്ത് നേരെ വെക്കുവാനെ. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, ഞാൻ വേറെ ചെറിയ അത്യാവശ്യങ്ങൾ സംസാരിച്ചു പോണെയാണ്. വഖ്തു സുബ്ഹിൻ അപ്പൊ സുബ്ഹിന്റെ സമയം മിൻ തുലൂഇൽ ഫജ്രി സാദിഖി ഫജ്ർ സാദിഖ് ഉദിച്ചത് മുതലാണ്. ലൽ കാദിബി ഏതല്ല, ഫജ്ർ കാദിബല്ല. എവിടം വരെ? സുബ്ഹിന്റെ ടൈം ഫജ്ർ സാദിഖ് ഉദയം ചെയ്തത് മുതൽ ഇലാ തുലൂഇ ബഅദി ശംസി സൂര്യനിൽ അല്പം ഉദിച്ചാൽ മതി. അസ്ർ ബാങ്കിന് അസ്ർ കഴിയണമെങ്കിൽ സൂര്യൻ മുഴുവൻ അസ്തമിക്കണം. എന്നാൽ സുബ്ഹി ഖളാ ആവണമെങ്കിൽ സൂര്യൻ അല്പം ഉദിച്ചാൽ മതി, ഫുള്ളം ഉദിച്ചു വരണം എന്നില്ല. അതാണ് സൂര്യനിൽ നിന്ന് അല്പം ഉദിക്കുന്നതുവരെയാണ് ഏതിന്റെ സമയം? സുബ്ഹിയുടെ സമയം. ഇനി മറ്റു ചില വിഷയങ്ങൾ ബഹുമാനപ്പെട്ടവര് പറയാണ്. ഒറ്റയടിക്ക് നമസ്കാരത്തിന്റെ സമയം എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി വൽ അസ്റു അസ്റാണ് ഹിയ സലാത്തുൽ വുസ്താ. സലാത്തുൽ വുസ്താ എന്ന പേരുള്ള നമസ്കാരം, അതായത് പരിശുദ്ധ ഖുർആനിൽ ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്നിങ്ങനെ ഒരു പരിശുദ്ധ ഖുർആനിൽ സൂക്തമുണ്ട്. ഏതാ സൂറ ഓർമ്മയുണ്ടോ? സൂറത്ത് ഓർമ്മയുള്ളവരുണ്ടോ കൂട്ടത്തില്? ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്താ. ഇപ്പോ ഗൂഗിൾ ശേഖനെയൊക്കെ അവലംബിച്ച് പെട്ടെന്ന് പറയാം എന്ന് പറഞ്ഞോളൂ. ആരോ പറഞ്ഞോ? ആരും പറഞ്ഞില്ല? ഗൂഗിൾ ശേഖനെ അവലംബിച്ച് സൂറത്തു ബഖറ 238 ആയത്താണ്. ഹാഫിളു
നമസ്കാരങ്ങളെ നിങ്ങൾ പതിവാക്കണം, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. സ്വലാത്തുൽ വുസ്തയെയും കൈകാര്യം ചെയ്യണം. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടുന്നവരായി നിലകൊള്ളണം. സൂറത്തുൽ ബഖറ 238. ഒരായത്തെങ്കിലും നമുക്ക് മനഃപ്പാഠം പഠിക്കാം. ഹാഫിളായിട്ടെങ്കിലും ഒരായത്താണത്. ഹഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. വുസ്താന്റെ ശരിയായ അർത്ഥം മധ്യമമായതെന്നാണ്. മധ്യത്തിലുള്ളത്, ഔസത്ത് എന്ന മധ്യം, വുസ്താ അതിന്റെ മുഅന്നസാണ്, മധ്യത്തിലുള്ളത്. അതൊരു പ്രത്യേകമായി പറഞ്ഞതാണ്. അപ്പൊ അത് ശരിക്കും അർത്ഥം കൊണ്ടല്ല, അതൊരു പ്രത്യേകതയുണ്ട് എന്ന നിലക്കാണ് അതിനെ പരിഗണിക്കുന്നത്. അപ്പൊ സ്വലാത്തുൽ വുസ്ത എന്ന് പറയുന്നത് അതിന്റെ ശരിയായ അർത്ഥം മധ്യത്തിലുള്ളത്, മീഡിയം എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന പ്രയോഗമാണ് അത് വസ്ത. ഏതായാലും ഇവിടെ ഉദ്ദേശിച്ചത് അതൊരു പ്രധാനമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നിസ്കാരമൊക്കെ സൂക്ഷിക്കണം. പിന്നൊരു വുസ്ത നിസ്കാരവും അതതിന്റെ പ്രത്യേകത കൊണ്ട് സൂചിപ്പിക്കുന്ന, നമ്മൾ പറയല്ലോ എല്ലാവരും പങ്കെടുത്തിരുന്നു, ഹൈദരലി ശിഹാബ് തങ്ങളും വന്നിരുന്നു, സമസ്തയുടെ നേതാക്കളൊക്കെ വന്നിരുന്നു, ഹൈദരലി ശിഹാബ് തങ്ങളും പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നത് പോലെ, അതായത് ഒരു പ്രത്യേകതയാണ്. തങ്ങളും സമസ്തയുടെ നേതാവ് അല്ലാത്തത് കൊണ്ടൊന്നുമല്ല, സമസ്തയുടെ നേതാക്കളും ഹൈദരലി ശിഹാബുകളൊക്കെ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് അദ്ദേഹത്തിന് മഹാനവരുടെ പ്രത്യേകതയിലേക്ക് സൂചിപ്പിക്കാം. എന്നതുപോലെയാണ് നമസ്കാരങ്ങളുടെ മേൽ സൂക്ഷിക്കണം, സ്വലാത്തുൽ വുസ്തയുടെ മേലും സൂക്ഷിക്കണം. അല്ല, ആയത്തിൽ പ്രധാനപ്പെട്ട നിസ്കാരം അർത്ഥമില്ല. ആയത്തിൽ അങ്ങനെ ഒരു ഉസ്താ നിസ്കാരം തന്നെ നമ്മൾ വെക്കാറില്ല. അതിനർത്ഥം മധ്യമ നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠം. ആയത്തിൽ പ്രധാനപ്പെട്ട നിസ്കാരം അർത്ഥമില്ല കേട്ടോ. ആയത്തിൽ അങ്ങനെ അർത്ഥമില്ല. അതൊരു പ്രധാനപ്പെട്ട നിസ്കാരമാണെന്നത് തിരിച്ചറിയുന്നു. കാരണം നമസ്കാരങ്ങളുടെ മേൽ പറഞ്ഞിട്ട് പ്രത്യേകിച്ചത് പറയുമ്പോൾ അത് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അസ്റാണ് സ്വലാത്തുൽ വുസ്ത കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം വിശുദ്ധത്തിൽ ഹദീസ് ബിഹി, അതുകൊണ്ട് ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അസ്ർ നമസ്കാരമാണ് സ്വലാത്തുൽ വുസ്ത എന്ന് ചില സ്വഹീഹായ ഹദീസുകളുണ്ട്. അതുകൊണ്ട് അസ്ർ നമസ്കാരമാണ് സ്വലാത്തുൽ വുസ്ത എന്ന് മാത്രമല്ല, ഫഹിയ അഫ്ളലുസ് സ്വലവാത്തി, നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അസ്ർ നമസ്കാരമാണ്. ഫഹിയ, ഈ അസ്ർ അഫ്ളലുസ് സ്വലവാത്തി, നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. പലപ്പോഴും വലിയ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മുടെ സംഘടനാ യോഗങ്ങളും പരിപാടികളൊക്കെ പലപ്പോഴും പിരിച്ചുവിടണം. പിരിച്ചുവിടുന്നതിന് മുമ്പ് നിസ്കാരമാണെങ്കിൽ വൈകും ചെയ്യും. എന്ത് ചെയ്യും? തൽക്കാലം പിരിഞ്ഞു പോയാൽ കയറാനും കഴിയില്ല. തൽക്കാലം 5:30 മണിക്ക് പിരിച്ചുവിടാം, 6 മണിക്ക് പിരിച്ചുവിടാം എന്ന് കരുതി നമ്മൾ നിസ്കാരം വൈകിക്കും. കാരണം നമ്മളൊക്കെ തിരക്ക് പിടിച്ചൊരു ടൈമാണത്, ഒരു ഫ്രീ ആവാൻ പോകുന്ന ടൈം. അപ്പൊ ഫ്രീ ആയിട്ടാവാം എന്നിങ്ങനെ ചിന്തിച്ച് പിന്തിക്കും. പലപ്പോഴും ഏറ്റവും അഫ്ളൽ പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. അസ്റാണ് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ശ്രദ്ധിക്കുക. ഫഹിയ അഫ്ളലുസ് സ്വലവാത്തി, നമസ്കാരങ്ങളിൽ ശ്രേഷ്ഠമായത് അസ്റാണ്. വയലീഹ, പിന്നെ അസുർ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ നിസ്കാരം അത് സുബ്ഹി. വയലീഹ, അസുർ നമസ്കാരത്തോട് അടുത്തുവരും അസ്സുബ്ഹു, സുബ്ഹ് അടുത്തുവരും. പിന്നീട് സുബ്ഹാണ്, സുമ്മൽ ഇശാഉ, സുമ്മൽ ളുഹ്റു, സുമ്മൽ മഗ്രിബു. അല്ലെ, അധികം ഏകദേശം നിസ്കരിക്കുന്ന നിസ്കാരമാണ് മഗ്രിബ്. കാരണം അതിന് കൂടുതൽ പണിയൊന്നുമില്ല. എല്ലാവരും ഏകദേശം ഫ്രീ ആയ ഒരു ടൈം മഗ്രിബ്. അതുകൊണ്ട് മഗ്രിബ് എല്ലാവരും നിസ്കരിക്കും അല്ലെ. അപ്പൊ അത് നമ്മൾക്ക് പണിയുള്ളത് പോലെ അനുസരിച്ചാണ് അഫ്ളലും കടന്നു വന്നിരിക്കുന്നത്. ഏറ്റവും പണി അസുറായിരിക്കും, പിന്നെ സുബ്ഹി പണിയുള്ളതാണ്, പിന്നെ ഇശാ, പിന്നെ ളുഹർ, മഗ്രിബ്. ഏതായാലും ആ നിലക്ക് തന്നെയാണ് അഫ്ളലും കാണുന്നത്. കമസ്തൽഹറഹു ശൈഖുനാ മിനൽ അദില്ല, ഇത് ബഹുമാനപ്പെട്ട ശൈഖുന വളരെ ലാഹിറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദലീലുകളിൽ നിന്നും. ദലീലുകൾ നോക്കി ഇങ്ങനെയാണ് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ലാഹിറാണെന്ന് നിലക്ക് പറഞ്ഞിട്ടുണ്ട്. കമസ്തൽഹറഹു ശൈഖുന, നമ്മുടെ ശൈഖുന ലാഹിറാണെന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചതുപോലെ മിനൽ അദില്ലത്തി, ദലീലുകളിൽ നിന്ന്. എന്നാൽ ജമാഅത്ത് ശ്രേഷ്ഠത ഏറ്റവും വലുത് അസ്റാണോ ഇശാണോ സുബ്ഹിയാണോ? അതാ പറയുന്നത്. വഇന്നമാ ഫളലു ഫുഖഹാ, മഹാന്മാരായ പണ്ഡിതന്മാർ ശ്രേഷ്ഠതയുള്ളതാക്കി ജമാഅത്ത് സുബ്ഹി വൽ ഇശാ, ഇശാഇന്റെയും സുബ്ഹിയുടെയും ജമാഅത്തിനെ ശ്രേഷ്ഠമുള്ളതാക്കി. കാരണം ലി അന്നഹാ ഫീഹിമാ അശഖു, ജമാഅത്ത് ഇവ രണ്ടിലുമാണ് കുറച്ച് പ്രയാസം അല്ലെ. ജമാഅത്ത് സുബ്ഹിക്കും ഇശാഇനുമാണ് പ്രയാസം, അസ്റിന് ജമാഅത്തിന് പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്തിന്റെ ബേസിൽ പ്രധാനം സുബ്ഹിയാണ്. നിസ്കാരം എന്ന നിലയ്ക്ക് ഏറ്റവും പ്രധാനം അത് അസ്റാണ്. അങ്ങനെയാണ്. വഇന്നമാ ഫളലു, ഫുഖഹാ ശ്രേഷ്ഠമുള്ളതാക്കി, ശ്രേഷ്ഠമുള്ളതാണെന്ന് പറഞ്ഞു ജമാഅത്ത് സുബ്ഹി വൽ ഇശാഇ, ഇശാഇന്റെയും സുബ്ഹിയുടെയും ജമാഅത്തിനെ. കാരണം ലി അന്നഹ, നിശ്ചയം ഇശാഇന്റെയും ജമാഅത്ത്, ലി അന്നഹ ജമാഅത്ത് ഫീഹിമ, ഇശാഇലും സുബ്ഹിയിലും ജമാഅത്ത് അശഖു, അത് പ്രയാസകരമാണ്. ഷക്ക എന്ന് പറഞ്ഞാൽ കാഫായാൽ സംശയമാണ്, ഷക്ക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. മശക്കത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഭയങ്കര മശക്കത്താണ്. അപ്പൊ അശക്കു, ഷക്ക എന്നാൽ കാഫായാൽ സംശയമാണ്,
ഖാഫായാൽ പ്രയാസമാണ് മനസ്സിലാക്കുക. കാല റാഫിഈ ഇമാം റാഫി റഹിമഹുല്ല പറഞ്ഞിരിക്കുന്നു. റാഫി ഇമാമിനെ പരിചയം ഉണ്ടാവും അല്ലെ? ആരുടെ കൂടെ ചേർത്തു പറയുന്ന ഇമാമാണ് റാഫി എന്ന് എഴുതിയാലും. റാഫി ഇമാം എന്ന് പറയുന്ന ഇമാം ആരുടെ കൂടെ ചേർത്തു പറയുന്ന ഇമാമാണ്? മറ്റൊരു ഇമാമിന്റെ കൂടെ ചേർത്തു പറയുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട റാഫി ഇമാം. ആ മറ്റേ പണ്ഡിതന്റെ പേര് പറയുക. വളരെ പ്രധാനപ്പെട്ട മഹാനായ പണ്ഡിതനാണ് ഷാഫി മദ്ഹബിലെ റാഫി. ആരുടെ കൂടെയാണ് മഹാനവറുകളുടെ പേര് നമ്മൾ ചേർത്തു പറയാറുള്ളത്? അഹ്മദ് ബിൻ ഹംബൽ അല്ലല്ല. അഹ്മദ് ബിൻ ഹംബൽ അല്ല. സുഹൃത്തുക്കൾ ടെക്സ്റ്റ് ചെയ്തോളൂ. ടെക്സ്റ്റ് ചെയ്തോളൂ, ഞാൻ കാണുന്നുണ്ട്. ശരിയോ തെറ്റോന്ന് അവസാനം പറയാമെന്ന് കരുതിയിട്ടാണ്. അഹമ്മദ് ബിൻ ഹംബൽ ഞാൻ പറഞ്ഞു പോയതാണ്. ടെക്സ്റ്റ് ചെയ്തോളൂ. റാഫി ഇമാം എന്ന പണ്ഡിതൻ ഏതു പണ്ഡിതന്റെ കൂടെ ചേർത്തു പറയുന്ന ഒരു പണ്ഡിതനാണ്? വേറെ ആരും ടെക്സ്റ്റ് ചെയ്യുന്നില്ല സുഹൃത്തുക്കളെ? ഓക്കെ, എന്നാ പിന്നെ ഞാൻ സമയം കളയുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് പറഞ്ഞ പോലെ ഇമാം നവവി, ഇമാം റാഫി എന്ന് പറഞ്ഞ ഷാഫി മദ്ഹബിലെ ഷെയ്ഖാനി എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് പണ്ഡിതന്മാരാണ്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ ഇമാം നവവിയും ഇമാം റാഫി റളിയല്ലാഹു അൻഹുമായാണ്. അതേസമയം ഹദീസിന്റെ കിതാബുകളിൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ അത് ഇമാം ബുഖാരിയും മുസ്ലിം റളിയല്ലാഹു അൻഹുമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുമാണ്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅനാ ബിഉലൂമിഹിം ഫിദ്ദാറൈൻ ആമീൻ. ഏതായാലും സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. റാഫി ഇമാമും നവവി ഇമാമും വളരെ പ്രധാനപ്പെട്ട ഷാഫി മദ്ഹബിലെ രണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. റാഫി ഇമാമും ഷാഫി ഇമാം, റാഫി ഇമാമും നവവി ഇമാമും. അതായത് റാഫി ഇമാം ഉണ്ടാക്കിയ ഒരു കിതാബാണ് മുഹറർ. ആ മുഹററിന്റെ ഒരു ലഘു ഗ്രന്ഥമാണ് മിൻഹാജ് എന്ന് പറയുന്നത്. ആ മിൻഹാജിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ തുഹ്ഫ, മുഗ്നി, നിഹായ തുടങ്ങി പല കിതാബുകളും. അപ്പം ശരിക്കും അടിസ്ഥാനപരമായി റാഫി ഇമാം കൂടെയുണ്ട്. ഇമാം റാഫി റഹിമഹുല്ലയുടെ മുഹറർ എന്ന കിതാബിന്റെ ഒരു എല്ലാ അർത്ഥത്തിലും ഹ്രസ്വമാക്കിയ വളരെ ലഘുവാക്കിയ ഒരു ഗ്രന്ഥമാണ് മിൻഹാജ്. ആ മിൻഹാജ് ഇമാം നവവിയുടേതാണ്. നവവി ഇമാമിന്റെ മിൻഹാജിന്റെ ശറഹാണ് ഇബ്നു ഹജർ അൽ ഹൈത്തമിയുടെ തുഹ്ഫ എന്ന് പറയുന്ന തുഹ്ഫത്തുൽ മുഹ്താജ്, അതുപോലെ മുഗ്നിൽ മുഹ്താജ്, നിഹായത്തുൽ മുഹ്താജ്, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ മഹല്ലി തുടങ്ങി ഒട്ടേറെ ശുറൂഹുകൾ. ഏതായാലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ് ഇമാം റാഫി. കാല റാഫിഈ കാനത്തി സുബ്ഹു സ്വലാത്ത ആദം. സുബ്ഹി അത് ആദം നബിയുടെ നിസ്കാരമായിരുന്നു. വല്ലുഹുറു സ്വലാത്ത ദാവൂദ്, ദുഹർ ദാവൂദ് നബിയുടെ നമസ്കാരമായിരുന്നു അലൈഹിസ്സലാം. വൽ അസ്റു സ്വലാത്ത സുലൈമാൻ അലൈഹിസ്സലാം, അസ്റു സുലൈമാൻ നബിയുടേതായിരുന്നു. വൽ മഗ്രിബു സ്വലാത്ത യാഖൂബ്, മഗ്രിബ് യാഖൂബ് നബിയുടെ നമസ്കാരമായിരുന്നു. വൽ ഇശാ സ്വലാത്ത യൂനുസ് അലൈഹിസ്സലാം, ഇശാ യൂനുസ് നബിയുടേതായിരുന്നു അലൈഹിമുസ്സലാത്തു വസ്സലാം. എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ സ്വലാത്തും സലാമും ചൊല്ലിയതാണ്. കാരണം ഓരോരുത്തരുടെയും പേരിൽ സെപ്പറേറ്റ് ചൊല്ലിയിട്ടില്ല. എല്ലാവരുടെയും കൂടി അലൈഹിമുസ്സലാത്തു വസ്സലാം, ഇവരുടെ നിലയ്ക്ക് അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറയുന്ന പോലെ മറ്റൊരു ശൈലിയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്ദഹ ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ദഹ ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞു തുടങ്ങിയ ഭാഗമല്ലേ, അദ്ദേഹത്തിന്റെ ഭാഗം അവിടെ തീർന്നു. ഇന്ദഹ സ്റ്റോപ്പ്, ഈ ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ചിലടത്ത് അലിഫും ഹാവും മാത്രം ഇടും. ഇത് ഇവിടെ ഇന്ദഹാന്ന് ഇട്ടിട്ടുണ്ട്. ചില കിതാബുകളിലൊക്കെ ഒറ്റയടിക്ക് അലിഫും ഹാവും മാത്രമാണ് ഇടുക. ഇങ്ങനെ ഇട്ട് കാണും. അതിന്റെ അർത്ഥം ഇന്ദഹ എന്നാണ്. ഇങ്ങനെ ചിലപ്പം അലിഫും ഹാവും, ഹാവ് വരുന്നില്ലല്ലോ, അലിഫും ഹാവും ചിലപ്പോൾ ഇട്ട് കളയും. അതിന്റെ അർത്ഥം ഇന്ദഹ എന്നാണ്. ഈ ഹാ അല്ലട്ടോ, മറ്റേ രൂപത്തിലുള്ള ഹാ തന്നെയാണ് വരിക. എന്റെ കമ്പ്യൂട്ടർ അടിച്ചപ്പോൾ അങ്ങനെയാ വന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പിടിപാടില്ലാത്തതുകൊണ്ട് കൃത്യമായി എഴുതുന്നില്ല. ഏതായാലും ഇന്ദഹ എന്ന് പറഞ്ഞാൽ ആ വർത്താനോട് തീർന്നു. ഇനി വീണ്ടും മുസന്നിഫ് വിഷയം പറയാൻ വാല ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു തുടങ്ങാൻ. നാളെ നമുക്ക് തുടരാം. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ക്ലാസ് ഏകദേശം നമ്മുടെ നാടുകളിൽ മഗ്രിബ് നേരത്തെ ആയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 6:30 തന്നെ മഗ്രിബ് ആയിട്ടുണ്ട്. ഇപ്പൊ 6 മണി, 6:15, 6:05 പിന്നിട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക. 2-3 ദിവസമായി സംശയത്തിനൊന്നും ചാൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച്
ഈ പ്രവാചകർക്ക് ഒരു വക്ത നിസ്കാരം മാത്രമേ ഉണ്ടായിരുന്നു. ഏകദേശം അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. കൃത്യമായി ഞാൻ നോക്കിയിട്ടില്ല ഭാഗം. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും ഇതുണ്ടായിരുന്നു, അതിനതിക്കുണ്ടായിരുന്നു. ദുഹൃദാ കൂടായികയും ഇല്ല എന്ന് ഉറപ്പിച്ചിട്ടില്ല. അങ്ങനെ കിതാബുകളിൽ കണ്ടിട്ടുമില്ല. നോക്കിയെടുത്തോളം നോക്കിയിട്ട് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് മറുപടി പറയാൻ ശ്രമിക്കാം. മുനീർ സഹോദരൻ റൈസ്യാൻഡ് ചെയ്തിരുന്നു. മൈക്കിലേക്ക് വന്നോളൂ. മുനീർ സഹോദരൻ റൈസ്യാൻഡ് ചെയ്തു പോയതാ. അതെ, അത് തന്നെയാ സംശയം. ഓക്കെ. സംശയം എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് നോക്കാം. എന്റെ ഉസ്താദ്മാർക്കെങ്കിലും ഓർമ്മയിലുള്ളവരുണ്ടോ? മാത്രമായിരുന്നു അല്ല വേറെ നിസ്കാരം ഉണ്ടായിരുന്നോ? സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും ഉസ്താദ്മാരായ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഓർമ്മയിലുണ്ടോ? ഞാനങ്ങ് പ്രത്യേകിച്ച് അങ്ങനെ നോക്കിയിട്ടില്ല. ഈ പറഞ്ഞതിന്റെ അടുത്ത് ഇത്രേ വേണ്ടുള്ളൂ. കാരണം ളുഹർ നിസ്കാരം അവർക്കുണ്ടായിരുന്നു, അല്ലാണ്ട് വേറൊന്നും ഇല്ല എന്നൊന്നും വരില്ല. ഇവിടെ ചെറിയ ഷറഹ് അനുസരിച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ വക്തുള്ളൂ എന്ന് ചെറിയ രൂപത്തിൽ ഫത്ഹുൽ മുഈൻ നന്നാക്കിയ കിതാബിൽ കാണുന്നുണ്ട്. ഏകദേശം അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. വൈനഖ്തുസ്സ വാഹിദും മിൻഹും ബിവക്തിൻ, അവരിൽ ഓരോരുത്തരും ഒരു വക്ത് കൊണ്ട് പ്രത്യേകമാണെങ്കിലും എന്ന് പറയുന്നുണ്ട്. തുഹഫയുടെ ഇബാറത്ത് പോലെയാണ് കാണുന്നത്. ഏതായാലും അപ്പോൾ അത് ഉണ്ടാവാൻ വകുപ്പുണ്ട്. നോക്കിയിട്ടില്ല. ഒന്നും കൂടി വേണമെങ്കിൽ നോക്കി ഉറപ്പിക്കാം. അതായത് നാളെ പറഞ്ഞാലും മതി ഇൻഷാ അല്ലാഹ്. ഈ നാളെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാൻ ടൈമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കഴിവതും നാളെ വിട്ടുപോകും. പിന്നെ നോക്കാൻ കൂടുതൽ സമയം കയ്യിലില്ല. പിന്നെ എപ്പോഴെങ്കിലാണ് ഈ സംശയങ്ങളൊക്കെ നോക്കുക. എപ്പോഴെങ്കിലും നോക്കുക. അപ്പൊ പിന്നെ നമ്മൾ വിഷയം തന്നെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും ഏകദേശം അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. പറയപ്പെട്ടവരൊക്കെ ഒരു വക്ത് കൊണ്ട് പ്രത്യേകമാണെങ്കിലും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ആ നിലക്ക് ആ രൂപത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നോക്കി ഓർമ്മിപ്പിക്കാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അല്ല, നിങ്ങൾ നാളെ ഓർമ്മിപ്പിച്ചാൽ ഞാൻ ക്ലാസ്സിലല്ലേ വരുമ്പോഴല്ലേ നിങ്ങൾ ഓർമ്മിപ്പിക്കുള്ളൂ. അതാണ് പ്രശ്നം. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് നോക്കാം. എല്ലാം വിഷയം അങ്ങനെ തന്നെയാണ്. ഏത് വിഷയമായാലും ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും പിന്നെ നോക്കാം. നമ്മുടെ ഒരുപാട് സംശയങ്ങൾക്കാണല്ലോ മറുപടി കണ്ടെത്താൻ പ്രയാസം. ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കും, എങ്ങനെ കിട്ടും എന്നൊക്കെ നോക്കിയിട്ട് തന്നെ സമയം കിട്ടണില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും നോക്കാം. അൽഹംദുലില്ലാഹ്. ചോദ്യം ഏതായാലും പ്രശസ്തമാണ്. ചോദ്യം നന്നായി ചോദിക്കണം. നമുക്ക് എപ്പോഴെങ്കിലും നോക്കി ഉത്തരം കണ്ടെത്താൻ കഴിയണം എന്ന നിലക്കാണ് ചോദ്യം ചോദിക്കാൻ പ്രത്യേകിച്ച് പറയുന്നത്. അല്ലാണ്ട് എല്ലാത്തിനും ഉത്തരം കിട്ടുമെന്ന ധൈര്യത്തിലല്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഡോക്ടർ അസാഫ് അബൂബക്കർ കൈവക്കിയിട്ട് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. മൈക്കിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഉസ്താദ്, അവിടെ ആസഫ് DC ആയി പോയിക്ക്. ഉസ്താദ് കേൾക്കുന്നില്ല? ആസഫ് DC ആണ് ഉസ്താദ്. നിങ്ങൾ മൈക്കിലേക്ക് പോയി. ദാരിം ഉസ്താദ് കേൾക്കുന്നുണ്ടാ? ഉസ്താദ് നിങ്ങൾ മൈക്കിലേക്ക് പോയി. ആസഫ് DC ആയി പോയി. ഓക്കെ. അദ്ദേഹം DC അദ്ദേഹം മൈക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തൽക്കാലം നമുക്ക് ഇൻഷാ അല്ലാഹ് അദ്ദേഹം വരികയാണെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് റൂം നാളെ ആക്കാം ചോദ്യഭാഗം. തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും ആരെങ്കിലും വേറെ ചോദിക്കാനുണ്ടോ സുഹൃത്തുക്കളെ? ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറഞ്ഞ ടൈം കൂടി നമുക്കുണ്ട്. അതെ, ബഹുമാനപ്പെട്ട
ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഹ്ഫയിൽ പറഞ്ഞ ഇങ്ങനെയാണ്, വലം യജ്തമി ഹാദിഹിൽ ഖംസു ലിഗൈരി നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 നമ്മുടെ പ്രവാചകനല്ലാത്ത ആർക്കും ഒരുമിച്ച് കൂടിയിട്ടില്ല. വറദ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അന്ന സുബ്ഹലി ആദം വല്ലുഹറലി ദാവൂദ് വൽ അസ്റലി സുലൈമാൻ വൽ മഗ്രിബലി യാഖൂബ് വൽ ഇശാലി യൂനുസ്. അവർക്കൊക്കെ ഒരു വക്ത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഉറപ്പന്നെ കേട്ടോ, തുഹ്ഫയിൽ വ്യക്തമായിട്ടുണ്ട്. പറയപ്പെട്ടവരിൽ ഓരോരുത്തരും പ്രത്യേകമാണെങ്കിലും ഒരു വക്ത് കൊണ്ട് പ്രത്യേകമാണെങ്കിലും മൊത്തത്തിൽ ഈ പറഞ്ഞ ടൈമൊക്കെയും മറ്റു പ്രവാചകന്മാരുടെയും സമയമായിരുന്നു. അതുകൊണ്ട് അസ്സലാമു അലൈക്കും ഉസ്താദെ, അസർ നമസ്കാരത്തിന് മഗ്രിബ് ബാങ്ക് വരെ സമയമുണ്ടോ? അതെ, അതാണ് ചോദ്യം. ഓക്കെ, ബഹുമാനപ്പെട്ട അസഫ്, അസർ നമസ്കാരത്തിന് മഗ്രിബ് വരെ സമയമുണ്ട്. അഫ്ദലായ ടൈമല്ല, സമയമുണ്ട്. അപ്പൊ മൂസാ നബിക്ക് 50? അതെങ്ങനെയല്ലല്ലോ, അത് ചോദ്യമാണല്ലേ. സലീമോൻ ചോദിക്കാണ്, അപ്പൊ മൂസാ നബിക്ക് 50? മൂസാ നബിക്ക് 50 ഉണ്ടായിന്നല്ല, ഈ ഒന്നെ മൂസാ നബിക്ക് എന്തായിട്ടില്ല, മുന്നോട്ട് പോയിട്ടില്ല എന്നാണ്. മൂസാ നബിക്ക് 50 ഉണ്ടായി എന്ന് പറഞ്ഞതിന് വായനയില്ല. മൂസാ നബി റസൂലുള്ളാഹി തങ്ങൾക്കാണ് 50 ഫർളാക്കപ്പെട്ടത്. മൂസാ നബിക്ക് എത്ര ഉണ്ടായി ഇതിൽ പറഞ്ഞിട്ടില്ല എന്നല്ലേ നമ്മൾ ചോദ്യം. അതാണ് ചോദ്യം. മൂസാ നബിക്ക് 50 വക്ത് ഉണ്ടായിരുന്നോ എന്നാണ്. 50 വക്ത് മൂസാ നബിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ മൂസാ നബിക്ക് ഒന്ന് തന്നെ മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് 5 ആയപ്പോഴും പറഞ്ഞത് നോക്കണം, കുറക്കാൻ പറയണം നബിയെ. 5 ആയപ്പോഴും റസൂലുള്ളാഹി തങ്ങളോട് കുറക്കാൻ പറഞ്ഞത് മൂസാ നബിക്ക് 50 ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് ഒന്ന് തന്നെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല സമുദായത്തിന്. പിന്നെ എങ്ങനെ 50 ആവാനാണെന്നാണ് മൂസാ നബിയുടെ ചോദ്യം. ഇനി മൂസാ നബിയുടെ നിസ്കാരം ഏതായിരുന്നു അതിവിടെ പറഞ്ഞിട്ടില്ല എന്നായിരിക്കും ഒരുപക്ഷെ ചോദ്യം, അല്ലെ? നമ്മൾ പറഞ്ഞ വിഷയത്തിൽ മൂസാ നബിയുടെ പേരില്ലല്ലോ, അല്ലെ? മൂസാ നബിയുടെ പേര് നമ്മൾ ഈ പറഞ്ഞില്ല. അപ്പൊ മൂസാ നബിയുടെ നിസ്കാരം ഏത് ടൈമായിരുന്നു എന്നുള്ളത് വേറെ നോക്കേണ്ടി വരും. മനസ്സിലായില്ലേ? മൂസാ നബിക്ക് 50 ഉണ്ടായിട്ടില്ല, പക്ഷെ മൂസാ നബിയുടെ നിസ്കാര ടൈം ഏതാണെന്ന് ഇവിടെ പറഞ്ഞിട്ട് കാണുന്നില്ല. പറഞ്ഞതായാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി ബഹുമാനപ്പെട്ടവരൊന്നും ചർച്ച ചെയ്തിട്ടും കാണുന്നില്ല. മൂസാ നബിക്ക് നമസ്കാരം ഉണ്ടായിട്ടുണ്ടാവും, അല്ലാതെ കണ്ട് ഈ വകുപ്പ് വരില്ല. കാരണം ഒന്നെങ്കിൽ എന്തായാലും ഇനി 50 ഉണ്ട് ഏതായാലും തെളിവല്ല. കാരണം 50 മുമ്പര് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. ഇൻഷാ അല്ലാഹ് സോറി എന്ന് പറയണ്ട, നമ്മളെപ്പോഴും ചോദിച്ചു പഠിക്കൽ തന്നെയാണല്ലോ. നിങ്ങളുടെ സംശയമാണ് ഒരുപക്ഷെ നമുക്കൊക്കെ പഠിക്കാനും കൂടുതൽ കാരണമാവുക. ചോദ്യത്തിനൊന്നും യാതൊരു വിഷമിക്കേണ്ട, കിട്ടുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ യോഗ്യതയായി കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അറിയാത്തത് പിന്നീടെങ്കിലും നോക്കി മനസ്സിലാക്കാനൊക്കെ ഒരു മാർഗ്ഗമാവണം. ഏതായാലും ഈ ക്ലാസ് ടൈം എത്രയൊക്കെ തുടങ്ങാന്നാണ് ബഹുമാനപ്പെട്ട മുനീർ. ഏകദേശം 5 മണി 5:15 അങ്ങനെ കൃത്യമായി എപ്പോഴും ഉണ്ടാവാറില്ല. പലജാതി കാരണങ്ങളാണ്. ഏതായാലും ആവുന്ന രൂപത്തിലേക്ക് ക്ലാസ്. മൂസാ നബി കവറിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞു, അതൊക്കെ ശരിയാണ്. അത് നിസ്കരിച്ചിട്ടില്ല എന്നല്ല, നിസ്കരിച്ചിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ്. തൽക്കാലം ഞാൻ വിടുക, കാരണം ടൈം ഏകദേശം അങ്ങോട്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് പറയാനും അത് കേൾക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. SKSR-യിലൂടെയും മറ്റൊക്കെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട രൂപത്തിൽ അള്ളാഹു നമുക്ക് സ്വീകരിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ വന്നുപോയ പറയാമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മുടെയൊക്കെ ദുആനേൽപ്പിച്ചവർ, അള്ളാഹു അവർക്കും നമുക്കൊക്കെയുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചു തരുമാറാവട്ടെ. ജോലികളിലും നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും അള്ളാഹു അഭിവൃദ്ധിയും ബറക്കത്തും ഇസ്സത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പുറപ്പെട്ടവർക്ക് അള്ളാഹു മഖബൂലും ബറൂറും ഹജ്ജും ഉംറ നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ചെയ്യാത്തവർക്ക് എത്രയും പെട്ടെന്ന് അതൊക്കെ നിർവഹിക്കാൻ അള്ളാഹു എത്രയും പെട്ടെന്ന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടെ മക്കയിലൊക്കെ ദുരന്തങ്ങളും മറ്റൊക്കെ തൊട്ട് അള്ളാഹു സലാമത്തിലാക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിച്ച് അവന്റെ ത്വാഅത്തിലായി ജീവിച്ചു മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി